പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ കെട്ടിട നികുതി കുടിശ്ശികയുടെ പേരിൽ സാധാരണക്കാരെ നോട്ടീസ് ഫീസ് എന്ന വ്യാജേന കൊള്ളയടിക്കുന്നതിനെതിരെ ജനരോഷം അതിശക്തമാകുന്നു. ഭരണഘടനാ ഭേദഗതിയിലൂടെ വിഭാവനം ചെയ്ത ജനാധിപത്യ വികേന്ദ്രീകരണത്തിന്റെ മഹത്തായ ആശയങ്ങളെയും 1994 കേരള പഞ്ചായത്ത് രാജ് നിയമങ്ങളെയും പൂർണ്ണമായും പരിഹസിച്ചുകൊണ്ട് പാഞ്ഞാൾ പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്ന് കടുത്ത അനാസ്ഥയും നിയമലംഘനവും അരങ്ങേറുന്നത്. വിലക്കയറ്റവും അനിയന്ത്രിതമായ ജീവിത ചെലവും മൂലം ജനങ്ങൾ ശ്വാസം മുട്ടുന്ന ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് താങ്ങായി മാറേണ്ട പഞ്ചായത്തിലെ ഭരണാധികാരികൾ തന്നെ സാധാരണക്കാരുടെ നെഞ്ചത്ത് കല്ലുവെക്കുന്ന രീതിയിലാണ് പെരുമാറുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിലെ കെട്ടിട നികുതി കുടിശ്ശിക കൊടുക്കാനെത്തുന്ന സാധുക്കളായ ജനങ്ങളിൽ നിന്നും നോട്ടീസ് ഫീസ് എന്ന അലങ്കാര പേരിട്ട് ചില ഉദ്യോഗസ്ഥർ കവരുന്നത് വൻ തുകയാണ്. ഒരു ചാൺ വയർ നിറയ്ക്കാൻ പെടാപ്പാടുപെടുന്ന സാധാരണക്കാരന്റെ പോക്കറ്റിലേക്ക് കമ്പിപ്പാരിയുമായി ഇറങ്ങിയ ഈ നടപടി കടുത്ത ജനദ്രോഹമാണ്. ഒരു നികുതിദായകൻ വരുത്തിയ കുടിശ്ശിക ഈടാക്കാൻ നിയമപരമായി നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ടെന്ന് പഞ്ചായത്ത് രാജ് ആക്ടിലെ 200, 201 വകുപ്പുകൾ വ്യക്തമാക്കുന്നുണ്ട്. വക്കീൽ നോട്ടീസോ ഔദ്യോഗിക ജപ്തി നോട്ടീസോ അയച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള ന്യായമായ തുക ഈടാക്കാൻ നിയമപരമായി വ്യവസ്ഥയുള്ളൂ. എന്നാൽ പാഞ്ഞാളിൽ അത്തരം യാതൊരു നിയമ നടപടികളും ആർക്കെതിരെയും ഉണ്ടായിട്ടില്ല. പകരം ഉദ്യോഗസ്ഥർ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സ്വന്തമായി ഒരു നോട്ടീസ് ഫീസ് കോളം കൃത്രിമമായി സൃഷ്ടിക്കുകയായിരുന്നു. 1500 രൂപ നികുതിയുള്ളവരിൽ നിന്ന് അതിന്റെ പകുതി തുകയായ 750 രൂപയാണ് ഈ വകയിൽ തട്ടിയെടുക്കുന്നത്. ആടിനെ പട്ടിയാക്കുന്ന ഇത്തരം തരികിട സൂത്രങ്ങളിലൂടെ പാവങ്ങളുടെ പോക്കറ്റടിക്കുന്ന ഈ ക്രൂരത പകൽക്കൊള്ളയല്ലാതെ മറ്റെന്താണ്? ഈ നടപടി തീർത്തും നിയമവിരുദ്ധമാണെന്ന് സമീപ പഞ്ചായത്തുകളിലെ ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉന്നതരും അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട്. കേരള പഞ്ചായത്ത് രാജ് ആക്ടിൽ നികുതി കുടിശ്ശികയ്ക്ക് ഈടാക്കാവുന്ന പിഴപ്പലിശയെക്കുറിച്ച് കൃത്യമായി നിർദ്ദേശങ്ങളുണ്ട്. എന്നാൽ അതിനെയെല്ലാം കാറ്റിൽ പറത്തി തന്നിഷ്ടപ്രകാരം പണം തട്ടുന്നത് ക്രിമിനൽ കുറ്റത്തിന് സമാനമാണ്. ഇത് ജനാധിപത്യ സ്ഥാപനമോ അതോ ജനങ്ങളെ പിഴിഞ്ഞൂറ്റാൻ കച്ചകെട്ടിയിറങ്ങിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചുങ്കപ്പിരിവ് കേന്ദ്രമാണോ എന്ന് നാട് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ജനങ്ങളെ ഈ വിധം ദ്രോഹിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് പ്രതിനിധികൾ ഇത്തരം പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുന്നുണ്ടെന്ന സംശയവും ബലപ്പെടുകയാണ്. ഈ കിരാത നടപടി ഉടനടി റദ്ദാക്കി ജനങ്ങളിൽ നിന്ന് നിയമവിരുദ്ധമായി പിടിച്ചെടുത്ത പണം തിരികെ നൽകാൻ ഭരണസമിതി തയ്യാറാകണം. അല്ലാത്തപക്ഷം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനകീയ പ്രതിഷേധത്തിന്റെ കനലുകൾ ആളിക്കത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ല, ബാക്ക് ടു സ്കൂളോ? ബാഗിന്റെ ഒക്കെ എന്തോരം കളക്ഷനാ! ഇതൊക്കെ നോക്കിയിട്ട് തന്നെ കാര്യമുള്ളൂ. ഓൻ്റെ ഒക്കെ ഞാൻ എന്തൊക്കെയാ എടുക്കുക? അയ്യോ, ബാഗ്, വാട്ടർ ബോട്ടില്, നോട്ട്ബുക്ക്, ടിഫിൻ ബോക്സ്, ഞാൻ എന്തൊക്കെ എടുക്കുക? അതൊക്കെ അവിടെ വെക്കുന്നു. 10 ഐറ്റംസ് കോംബോ ഓഫർ വെറും 499. ഫസ്റ്റ് തന്നെ ഒരു ബാഗിന് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു ബ്രൗൺ പേപ്പർ, പിന്നെ വാട്ടർ ബോട്ടില്, നൈസ് സ്ലിപ്പ്, ക്രയോണ്, ജോമെട്രി ബോക്സ്, ടിഫിൻ ബോക്സ്, പിന്നെ ഒരു പേന, ഒരു പെൻസില്, പിന്നെ 152 പേജിന്റെ 5 നോട്ട് ബുക്ക് കേട്ടോ. ഇതൊക്കെ കൂടിയിട്ടുണ്ടല്ലോ 499 ഉള്ളൂ കേട്ടോ. സ്കൂൾ പർച്ചേസിംഗ് ഉണ്ടല്ലോ നമ്മുടെ ചേലക്കരയുള്ള VS സൂപ്പർ വാലിക്കുണ്ട് പോരിട്ടങ്ങള്.